പശ്ചിമബംഗാളിലെ നിയമന അഴിമതി കേസിൽ തൃണമൂൽ കോൺഗ്രസിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. മുൻ മന്ത്രിയും പ്രമുഖ TMC നേതാവുമായ സുജിത് ബോസിനെ ED ഇന്ന് അറസ്റ്റ് ചെയ്തു. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നഗരസഭകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിലാണ് നിർണായകമായ നടപടി. പുലർച്ചെ 6 മണിയോടെയാണ് സുജിത് ബോസിന്റെ കൊൽക്കത്തയിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥർ എത്തിയത്. ഒരേ സമയം 2 വസതികളിൽ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തി. സൗത്ത് ദംദം മുനിസിപ്പാലിറ്റിയിൽ നടന്ന നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും സുജിത് ബോസിന് ED നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ലഭിക്കാതിരുന്നതോടെയാണ് കേന്ദ്ര ഏജൻസി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മമതാ ബാനർജി മന്ത്രിസഭയിൽ അഗ്നിശമന മന്ത്രിയായിരുന്ന സുജിത് ബോസ് ദംദം മേഖലയിൽ പാർട്ടിയുടെ കരുത്തുറ്റ മുഖമായിരുന്നു. സൗത്ത് ദംദം മുനിസിപ്പാലിറ്റിയിൽ നിയമവിരുദ്ധമായി 150ഓളം പേർക്ക് ജോലി നൽകാൻ സുജിത് ബോസ് ശുപാർശ ചെയ്തതായാണ് EDയുടെ കണ്ടെത്തൽ. ഇതിനായി വലിയ തുക കൈക്കൂലി വാങ്ങിയെന്നും ഏജൻസി ആരോപിക്കുന്നു. മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനായിരുന്ന കാലഘട്ടം മുതൽ സുജിത് ബോസ് ഇത്തരം ഇടപാടുകളിൽ ഏർപ്പെട്ടിരുന്നതായാണ് ED കോടതിയെ അറിയിച്ചത്. അറസ്റ്റ് ചെയ്ത സുജിത് ബോസിനെ കൊൽക്കത്തയിലെ പ്രത്യേക PMLA കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പഴയ അഴിമതി കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പാർത്ഥ ചാറ്റർജിക്കും ജ്യോതിപ്രിയ മല്ലിക്കിനും ശേഷം ED വലയിലാക്കുന്ന 3ാമത്തെ പ്രമുഖ തൃണമൂൽ നേതാവാണ് സുജിത് ബോസ്.